ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. രാവിലെ നീച്ചിട്ട് ഫ്രണ്ടത്തെ ഡോറൊക്കെ തുറന്നൊന്ന് പുറത്തേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തേക്കണു. അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കണമെന്ന് എന്ന് വിചാരിക്കണു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തിട്ട് നല്ലൊരു പ്രത്യേക ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ടിൽ കൂടെയൊക്കെ നടന്ന് ചെടികളുടെ അത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കൂട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടനൊന്ന് ജോലിയുണ്ട്, തുമ്മിക്കുട്ടിക്ക് അംഗൻവാടിയും പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉള്ളിലേക്ക് പോന്നു. അപ്പോൾ നമ്മുടെ തുമ്മിക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഏട്ടൻ ഇതാ എന്തൊക്കെയോ കണ്ണാടിയിൽ നോക്കിയിട്ട് കാട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ യുദ്ധക്കാലത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ ഞാനിന്ന് മുട്ടക്കറിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത്. ഇത് ഗ്രേവിയാണ്. അപ്പോൾ ഇത് നല്ല എളുപ്പമുള്ള ഗ്രേവിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാനിതാ നമ്മൾ വഴുതനങ്ങപ്പേരിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളി അരിഞ്ഞ് ചേർന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. അങ്ങനത്തെ വഴുതനങ്ങപ്പേരി ആയിട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇത് നമ്മളെ മോരുകറിയുടെ അരപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മോരുകറിയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയില്ല വെച്ചാൽ നമുക്ക് വീഡിയോ മാത്രം എടുത്താൽ പോരല്ലോ. അപ്പം ഞാൻ വേഗം വേഗം ഓരോന്ന് ചെയ്യണമുണ്ട്. കാരണം ഏട്ടന് 8 മണിയാകുമ്പോഴേക്കും പോകണം കേട്ടോ. മാക്സിമം ഏട്ടൻ ഒരു 8:10 ആകുമ്പോഴേക്കും ഇറങ്ങാറുണ്ട്. അങ്ങനെ ദാ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് മീൻ വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കഷ്ണ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോരോ എൻ്റേതായ പണികൾ ഞാൻ സ്പീഡിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഏട്ടൻ അവിടെ സഹായിക്കും കേട്ടോ. ഏട്ടൻ നന്നായിട്ട് സഹായിക്കാറുണ്ട് രാവിലെയൊക്കെ. അപ്പോൾ രാവിലെ ഏട്ടനാണ് കേട്ടോ ചോറിന് വെള്ളമൊക്കെ വെച്ചൊരു ഏട്ടനാണ്. അപ്പോൾ അതൊക്കെ ഏട്ടൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ എന്താ ലാസ്റ്റ് മീനൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനതാ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബട്ടൂരയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടൂര ലാസ്റ്റ് ഉണ്ടാക്കിയത്. കറിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതാ ബട്ടൂര ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴേക്കും സമയം ഒരു 7:50 ആയിരുന്നു കേട്ടോ. നമ്മളധികം ലേഖാക്കാനും പറ്റില്ലല്ലോ. അതാണ് ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മുടെ കറിയാണ് കേട്ടോ. ഇത് നല്ല ഗ്രേവിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ബട്ടൂരയും ഓരോ മുട്ട പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കറിയിലിട്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ തുമ്പിക്കുട്ടിക്കും കൊടുക്കണ്ടേ. അപ്പം ഞാൻ കറിയിലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കഴിക്കുന്നുണ്ട്. ഏട്ടൻ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ നമ്മളെ ചിങ്കിടി മോള് നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ആദ്യമൊന്നും അങ്ങനെ വന്നായിരുന്നില്ല. ഇപ്പം നീച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എടുക്കണം കേട്ടോ. അതെന്താ ഒരു കുറുമ്പാണ്. അപ്പോൾ ഡെയിലി നീച്ച് കഴിഞ്ഞാൽ അമ്മ എടുക്കണം പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് താലോലിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ അച്ചക്കുട്ടിക്ക് പോകണ്ടേ, വേഗം അച്ചക്കുട്ടിക്ക് ഇതാ ചോറും കൂട്ടാനൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ മീൻ ഒരു സൈഡായിരുന്നു. അപ്പോൾ അതൊക്കെ മറിച്ചിടുക. അപ്പം എൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല കേട്ടോ. ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ സുഖമായിരുന്നു. അവൾ നീച്ച് കഴിഞ്ഞാൽ അതെന്നല്ലെങ്കിൽ അച്ഛനായിട്ട് സെറ്റാവും. ഇപ്പോൾ ഓരോ വളർച്ചയിൽ ഓരോ മാറ്റങ്ങളല്ലേ. അപ്പോൾ അതായിട്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഹെൽമെറ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ചക്കുട്ടിന്ന് പോകുമ്പോൾ ഒരു ഉമ്മ അത് മസ്റ്റാണ് കേട്ടോ. അത് എത്ര ഉമ്മ കൊടുത്താലും മതിയാവില്ല. ചിലപ്പോൾ പറയും അച്ചക്കുട്ടി പോകണ്ടാന്ന് കേട്ടോ. അപ്പോൾ അച്ഛനും മകളും ഇതാ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ എന്താ ഏട്ടൻ പോവുകയാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ നമ്മളെ പണിക്ക് ഒരു കുറവുമില്ല. നമ്മളതാ ഗേറ്റൊക്കെ അടച്ച് വന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു യുദ്ധം, മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ അടുത്ത യുദ്ധം പറഞ്ഞാൽ നമ്മുടെ തുമ്പിക്കുട്ടറയാണ്. അവളിപ്പോൾ പറയാം അച്ഛൻ പോയല്ലോ, അച്ഛൻ പോയാൽ വീട്ടിലിരിക്കില്ല, അവൾക്ക് അങ്കവാടി പോകണമെന്ന്. ഇനി അവളേക്ക് ഓടി നോക്കി വെക്കാം അല്ലേ. അപ്പം ഞങ്ങൾ ഇനിതാ ഉണ്ണിതാ നാണം വന്നു കേട്ടോ. അപ്പം ഇനി ഞങ്ങളിതാ തുമ്പീൻ്റെ ഒന്ന് കുളിക്ക് കഴിഞ്ഞിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. കുറച്ച് തിരുമ്പാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോഴേക്കും എല്ലാം കഴിക്കാറുണ്ട് ഞാൻ. അപ്പം നമുക്ക് ഇനി ഓരോ പണിത്തിരക്ക് ഇനി തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പിന്നെ നമ്മളെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. നമ്മളെ തുമ്പിക്കുട്ടി ഇപ്പോൾ കുറച്ച് മുന്നേ നീച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ നമ്മൾ തുമ്പിക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും പിന്നെ ഇപ്പോൾ പാത്രമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, കുഞ്ഞെ മക്കളും അല്ലേ. പിന്നെ അവൾക്ക് ഇപ്പോഴും അതെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ. പിന്നെ അത് നമ്മുടെ ഏട്ടൻ രാവിലെ നമ്മൾ പുറത്തെ കട്ടിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഏട്ടൻ രാവിലെ വന്നിട്ട് കുറച്ച് നേരം കിടക്കും, ഗെയിമൊക്കെ കളിച്ചിട്ട് കിടക്കും കേട്ടോ. ആ കട്ടിലാണ്. അങ്ങനെ ഞാൻ തിരുമ്പാൻ ഇറങ്ങിയിട്ടുണ്ട്. തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോഴും തോർത്തിയിടാണ് കേട്ടോ. അപ്പോൾ വലിയൊരു തെളിച്ചൊന്നുമില്ല കേട്ടോ, ഒരു മഴക്കാറ് പോലെ തന്നെയാണ്. തോർത്തിടുമ്പോൾ അങ്ങനെ വിചാരിക്കാനൊക്കെ ഉണ്ട് പെയ്യോ. എന്നാലും ഒരു ചെറിയ വെയിൽ തട്ടിയാൽ മറ്റേ നമ്മളെ തിരുമ്പി തുണിയത്തെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നു കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി അവിടെ ഞാൻ പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഈ തിരുമ്മണ സമയത്താണ് കേട്ടോ അവൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുക. അപ്പോൾ സമയം വല്ലാതെ പോവില്ല, നമ്മൾ രണ്ട് പണി നടക്കുകയും ചെയ്യുമല്ലോ. അതാണ് കേട്ടോ തുമ്പിക്കുട്ടീൻ്റെ വീഡിയോയിൽ കാണിക്കാത്തത്.
അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് പെയ്യണാവോ വിചാരിച്ചിട്ടാണ് കേട്ടോ തുണികളൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ ഇട്ടിട്ട് ഇതാ ഉള്ളിലേക്ക് വന്ന് അടിച്ചോരാണ്. രാവിലെ തന്നെ അടിച്ചോരുക ചെയ്യുക, വൈകിട്ട് ഞാൻ തുടയ്ക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമാണ് 2 നേരം തുടയ്ക്കുള്ളൂ, അപ്പോൾ വലിയ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതാ അടിച്ചോരി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തുമ്പിക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് വന്നത്. ആ തുമ്പിക്കുട്ടി തമ്പാട്ടിയെ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾക്ക് ഇന്ന് കഞ്ഞി കേട്ടോ കൊടുത്തത്. ബട്ടൂര ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ നമ്മൾക്ക് രാവിലെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് ബട്ടൂരയും ഒരു മുട്ട പുഴുങ്ങിയതാണ് കൊടുത്തത്. അല്ല സോറി, കഞ്ഞിയും മുട്ട പുഴുങ്ങിയതാണ് കൊടുത്തത്. ഞാൻ ബട്ടൂരയും കഴിച്ചു കേട്ടോ. അങ്ങനെ അതാ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ കേട്ടോ. പിന്നെ നമ്മൾ തിരുമ്പി തുറത്തിയിട്ട തുണികളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല മഴക്കാറുണ്ടെന്ന്, അതൊക്കെ അതാ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവളെ വേഗം, ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയി ഉണ്ടാവും കേട്ടോ. 9 മണിയായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേഗം ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അമ്പുട്ടി എങ്ങനെ പോവുക, നല്ല മഴയല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് കുടയും കൊണ്ട് പോവുക, ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ പോവാൻ, കുടയിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ബ്യൂട്ടീഷ്യൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില നേരത്ത് പറയും വേണ്ടാന്ന്, ചില നേരത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു മൽപ്പിടുത്തം വരുന്നില്ല, വേഗം വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഒരു മുടി കൂടിയും കെട്ടിക്കൊടുത്താൽ നമ്മുടെ തുമ്പിക്കുട്ടി റെഡിയായി കേട്ടോ. ഞങ്ങൾ രണ്ടാളും റെഡിയാവലൊക്കെ കഴിഞ്ഞു. തുമ്പിതാ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമില്ല. ചെന്നതും പറയും അമ്മ പൊയ്ക്കോന്ന്, നമുക്ക് കൊണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനി പോണ വിശേഷങ്ങൾ കാണാം കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാൻ എന്താ തട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കണമെന്ന്. നമ്മളെ കുട കുറച്ച് ചെറുതാണ്, അപ്പം ഞാൻ അവൾക്ക് കുട കൊടുത്തിട്ട് അത്ര സഹിക്കാൻ പറ്റാത്ത മഴയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. പിന്നെ മഴ കൂടിയപ്പോൾ അത് അവളെ എടുക്കുക ഭാഗം ഉണ്ടായുള്ളൂ. അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ 4 പേര് കൂടിയിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടർ അംഗൻവാടി എത്തി ഓടാറുണ്ട്. ഇന്നിപ്പോൾ മഴ കാരണം എൻ്റെ ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. അവൾ തന്നെ നടന്ന് പോവും, ബാഗ് കൂടി എന്നെ കൊണ്ട് പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ അത് അവിടെ എത്തി, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗംഭീര കളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി പ്രാർത്ഥന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മനസ്സിലാവണില്ല. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് വരാൻ വെച്ചിട്ടിരുന്നു. പിന്നെ അത് ഡെയിലി ചെയ്യിപ്പിക്കുന്ന ഒരു എക്സസൈസും ഉണ്ട്, ഞാൻ എന്തെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. വലതിരിഞ്ഞു പാണി രണ്ടും വശത്തു നീട്ടി താഴ്ത്തിയും മുന്നിരന്നു കൈകൾ പൊക്കി നേരെ നീട്ടി താഴ്ത്തിയും ഇടതിരിഞ്ഞു പാണി രണ്ടും വശത്തു നീട്ടി താഴ്ത്തിയും മുന്നിരന്നു കൈകൾ ആട്ടി താളം കൊട്ടി പാടിയും കൈകൾ കൂപ്പി തല കുനിച്ച് വന്ദനത്തോടെ നിൽക്കുന്നു. തലയാട്ടന ബൊമ്മ കണ്ണ് ചിമ്മണ ബൊമ്മ കയ്യാട്ടന ബൊമ്മ കാലാട്ടന ബൊമ്മ എടുപ്പാട്ടന ബൊമ്മ ചടിക്കളിക്കും ബൊമ്മ ഓടിക്കളിക്കും. അപ്പം ഞാൻ തുമ്പിക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് വന്നു. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ, പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോഴേക്ക് ഇതാ ഫുഡ് കഴിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ പോകാറാവും കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. ചോറിനുള്ളത് നോക്കി നോക്കാം അല്ലേ. പിന്നെ ഞാൻ ഫസ്റ്റ് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് കുറച്ചേ കഴിക്കുള്ളൂ. നമുക്ക് കറി ഇനി അടുക്കളയ്ക്ക് പോകണം, അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം. കറി ഇതാ നല്ല കുമ്പളങ്ങ മോര് കറിയാണ് കേട്ടോ. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. എനിക്ക് മോര് കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോര് കറി ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ മോര് കറി കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അവരെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ ടേബിളിൻ്റെ അവിടേക്ക് വന്നു. പിന്നെ നമുക്ക് വഴുതനങ്ങപ്പേരി ആയിരുന്നു കേട്ടോ. വഴുതനങ്ങപ്പേരി രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കപ്പാടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ രാവിലെ ഒരു തിരക്കന്നെയല്ല, എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാനൊരു 1:30 1:45 ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ചോറുണ്ണാറ്. ചിലപ്പോൾ 2 മണിയൊക്കെ ആവും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് വിശക്കൂല്ല. അങ്ങനെ അതാ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ തുമ്പിക്കുട്ടീനെ കൊണ്ടുവരാൻ പോവുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇതാ സമയമായി കേട്ടോ. ഞാനും നിജുമ്പത്താത്തയും കൂടിയിട്ട് നമ്മൾ ഉണ്ണിയോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അംഗൻവാടിയിലെത്തിയപ്പോൾ അവർ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ
വേഗത നമ്മളെ അവരെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബാഗൊക്കെ എടുത്ത് വേഗം റെഡി ആയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളെ തുമ്പിക്കുട്ടി ബാഗായാലും എല്ലാം അവൾ തന്നെ പിടിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് അവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ അവർ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നയക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഇന്ന് അവൾ കുറഞ്ഞിരുന്നത് കോറയുടെ അടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, അവലും തേങ്ങയും ശർക്കരയൊക്കെ പഴതാക്കിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടമാണ്. അപ്പം അടിച്ചോ? അമ്മക്കുട്ടി എങ്ങോട്ട് പോയി? അങ്കവാടി പോയതാണോ? എന്നിട്ട് എന്ത് കാപ്പി കൊടുന്ന്? അമ്മക്ക് കൊടുന്നോ? അച്ചക്ക് ഏത്? അമ്മക്കുട്ടി മാമ ഫുള്ള് കഴിച്ചോ? വെരി ഗുഡായോ? കളിച്ചൊന്ന് കൂട്ടുകാരന്മാരുടെ പേര് പറഞ്ഞേ. അങ്കവാടി ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞ അല്ലു, ഉണ്ണി പറഞ്ഞത് ആരാന്നറിയോ? അതാണ് കേട്ടോ ഞങ്ങളുടെ ഉണ്ണി. ഈ ഉണ്ണിയ ആരുടെ? അമ്മടെ. കുളിച്ചിട്ട് വരാവേ ചെറിയ കൊണ്ട് പരത്തണം. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടീൻ്റെ മേലൊക്കെ വെച്ച് അവൾ തമ്പാട്ടീനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവൾക്ക് ഞാൻ കഞ്ഞിയെ കൊടുത്തായിരുന്നു. ബട്ടൂരയ്ക്ക് എണ്ണമഴുക്കല്ലേ, അപ്പോൾ ഞാൻ രാവിലെ അതുണ്ണവൾക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിയെ കൊടുത്തായിരുന്നത്. വന്നപ്പോൾ അത് അവൾക്ക് ബട്ടൂരിയും കറിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം അവൾ കറിയൊന്നും അങ്ങനെ കൂട്ടിയായിരുന്നില്ല കേട്ടോ. അപ്പോൾ കറിയൊക്കെ അങ്ങനെ കൂട്ടി കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്കൊരു മാങ്ങയും റംബൂട്ടാനും കൂടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞോ എനിക്ക് ഓർമ്മയിലില്ല. ഞാൻ നമ്മളെ ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങളാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഫുള്ളായിട്ട് കാണിക്കണത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാങ്ങ ചെത്തുകയാണ് കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി മാങ്ങയുടെ ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മാങ്ങ എത്ര കിട്ടിയാലും അവൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മാങ്ങ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഏട്ടന് ചെത്തി വെച്ചാൽ മാങ്ങയിൽ കുറച്ചൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മാങ്ങ ഇരുന്ന് കഴിച്ചു. ദിവസം പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ ഞാൻ സ്കിപ്പായി പറഞ്ഞാൽ നമുക്കിത് ഓർമ്മയിലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തുമ്പിക്കുട്ടീനെ കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ അടിച്ചെടുത്ത് തുടയ്ക്കാറുണ്ട് കേട്ടോ. എൻ്റെ പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് കൊണ്ടുവരാൻ പോവാറ്. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഇന്ന് നല്ല മഴ കിട്ടിയോണ്ട് എനിക്ക് ചെടിയൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും കേട്ടോ, ഞാനും തുമ്പിക്കുട്ടിയും കൂടിയിട്ട്. ഉറക്കം വരത്ത് ഇതൊക്കെ തോന്നുന്നുണ്ടോ തുമ്പിക്ക് ഉറക്കം വരാന്ന്? തുമ്പിക്ക് ഉറക്കം വരത്ര. അങ്ങനെ ഞങ്ങൾ തന്നെ ഇരിക്കുമ്പോഴാണ് ഇത് തുമ്പിയുടെ പാപ്പനാണ് കേട്ടോ. ഏട്ടൻ്റെ അനിയനാണ്, പാപ്പൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ വരുന്നുണ്ട്. അപ്പോൾ അവൻ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ മേലൊക്കെ കഴുകി വിളക്ക് വെച്ചു. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി എന്താണെന്നറിയില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ദീപം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവളിൻ്റെ പിന്നാലെ നടന്നിട്ട് വരിക ചെയ്യാറേ. അങ്ങനെ ഞാൻ ഉള്ളിലും വിളക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏട്ടന് ഇന്ന് കുറച്ച് ദൂരെ പറയുമ്പോൾ ഷൊർണൂരാണ് കേട്ടോ പണി. അപ്പോൾ അവർക്കിന്ന് പണി തീർപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ, സമയം വൈകുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇത് ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെടുന്നവർ കാണുക, ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏട്ടൻ വന്നു കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവൾ വന്നത് മുന്നേ സൂപ്പറിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണൊന്നും കൊടുക്കാറില്ല. പിന്നെ അവൾ കളിക്കുക ഏട്ടൻ്റെ ഫോണിലാണ് കേട്ടോ. അപ്പോൾ അച്ഛാ പാട്ടൊക്കെ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കയറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴേക്ക് അവൾ വേഗം പോയിട്ട് അവൾ അച്ഛന് മാങ്ങ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അച്ഛൻ മാങ്ങ കഴിക്കും, ഫോൺ അപ്പോഴേക്കും കയ്യിലാക്കി കേട്ടോ. അപ്പോൾ ഏട്ടന് മാങ്ങയൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതിന് സ്നേഹം നോക്കടി പറഞ്ഞിട്ട് അവൾ അച്ഛന് മാങ്ങയൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ. ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഏട്ടൻ ബട്ടൂരൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ആണ് കേട്ടോ. ഏട്ടൻ വന്നാലാണ് ഞങ്ങൾ ടി വി ഒക്കെ വെക്കുള്ളൂ. പിന്നെ അനിയന്മാരൊക്കെ വിളിച്ച് എല്ലാവരും വർത്തമാനം പറയുകയാണ് കേട്ടോ. ഇവർ 2 പേര് നാട്ടിലില്ല, ഒരാൾ ഗൾഫിലും ഒരാൾ ബാംഗ്ലൂരുമാണ് കേട്ടോ. എൻ്റെ അനിയൻ ബാംഗ്ലൂരും പിന്നെ എൻ്റെ പാപ്പൻ്റെ മകൻ ദുബായിലാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ആയി. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വീഡിയോ കോൾ ചെയ്യാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഏട്ടൻ പുറത്തേക്ക് പോയപ്പോഴേക്കും പിന്നാലെ ഓടിയപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടി ഒന്ന് വീണു. അങ്ങനെ അവൾ ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.